നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൽ കോമ്പോസിഷൻ, ഗ്രേറ്റ് ഇമേജ് കിട്ടുന്നതിന് വേണ്ടി നമ്മളത് കോമ്പോസിഷൻ ശരിയാക്കണം, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ എക്സ്പോസിങ്ങിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പഠിച്ചതിൽ നമ്മൾ പിന്നീട് മെയിൻലി കോമ്പോസിഷൻ കാര്യങ്ങളിലേക്കാണ് കടന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഫ്രെയിമുകളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കുന്നത്. ഫ്രെയിമിംഗ് ലേൺ ടു സീ ആസ് ദി ക്യാമറ ഡസ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഈ യുവർ ഐ ഈസ് എ അമേസിംഗ് പീസ് ഓഫ് ഇമാജിനേഷൻ എക്യുപ്മെൻറ്റ്. യുവർ ഐ ഈസ് എ അമേസിംഗ് പീസ് ഓഫ് ഇമാജിനേഷൻ എക്യുപ്മെൻറ്റ്. ശരിക്കും പറയാം, നമ്മുടെ കണ്ണിന് ആണ് ശരിക്കും പറയുക അമേസിംഗ് ആയിട്ടുള്ള ഇമേജിങ്ങിനുള്ള ഒരു എക്യുപ്മെൻ്റായിട്ട് നമ്മൾ കാണുന്നത്. കണ്ണിലൂടെയാണ് നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതോക്തി തന്നെ പറയണം. നമ്മുടെ കാഴ്ചപ്പാടിനെയാണല്ലോ, അതൊരു കണ്ണല്ല, കണ്ണിലൂടെയുള്ള നമ്മുടെ കാഴ്ചപ്പാട്. ഓരോരുത്തരും ചിലപ്പോൾ മാറി മാറി നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു പിക്ചറിനെ. വെൻ യു ലുക്ക് അറ്റ് ദി ഒബ്ജക്റ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു concentrate you the vision so much that the other things in your peripherals view almost does existing. Unfortunately, the camera is not as clever and not nearly as a selected. നമ്മുടെ ക്യാമറയുണ്ട്, ക്യാമറയിൽ കുറേ ടെക്നീക്സ് ഉണ്ട്, പക്ഷേ ക്യാമറ തന്നത്തെ നടന്നു പോയൊരു വ്യൂസ് ഫിക്സ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ യന്ത്രമനുഷ്യൻ്റെ കൊടുത്തുവിട്ടാൽ പോലും അവൻ നടന്നിട്ടാണ് കണ്ടുപിടിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തീരുമാനിക്കുന്നതാണ് അവൻ്റെ ഫ്രെയിം. ക്യാമറ കൂടിയതായിരിക്കും, അതിനകത്ത് നല്ല ലെൻസുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഓട്ടോ ഫോക്കസിലായിരിക്കും എടുക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഫോണിലാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഏത് ആംഗിളിൽ വെക്കണമെന്ന് ക്യാമറ തന്നെയല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അതാണ് ഈ അതിൻ്റെ ഒരു പ്രത്യേകത. വെൻ വ്യൂ, അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അല്ല നമ്മുടെ എസ്തെറ്റിക് സെൻസിൻ്റെ ഗുണമാണ് നമ്മൾ മനസ്സിലാക്കണം. വെൻ വ്യൂയിങ് എ സീൻ ത്രോ എ ക്യാമറാസ് വ്യൂ ഫൈൻഡർ, ന്യൂ ഫോട്ടോഗ്രാഫർ ഓപ്പൺ only look the object on which they are focus. Viewing a scene through a camera viewfinder, new photographer often only look at the object on which they are focusing. നമ്മൾ കാണുന്നു, അതിനനുസരിച്ച് ലെൻസ് ആംഗിളിലൂടെ അത് കാണുന്നു. ക്യാമറയിലൂടെ നമ്മൾ നോക്കുന്നു, അതിൻ്റെ ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിനകത്തൂടെ കാണുന്നത് ക്യാമറ ഇട്ടിരിക്കുന്ന അതിനകത്തിരിക്കുന്ന ലെൻസിൻ്റെ ഒരു ആംഗിൾ സൈസുണ്ട്. ആ സൈസിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ക്യാമറ ആംഗിള് ഇപ്പോൾ ഏതെങ്കിലും മേളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മേളിൽ ഹൈ ലെവലായിട്ട് വെച്ചാലും അതിനകത്ത് ലെൻസിൻ്റെ ഒരു ആംഗിളുണ്ട്, അതിൽ വെച്ചിട്ടാണ് നമ്മളത് കാണുന്നത്. ആ ലെൻസ് ഉപയോഗിക്കുന്ന ലെൻസിനും നമുക്ക് മുമ്പിൽ ഒരു ഫ്രെയിം ഇത്രയൊക്കെ ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ അത് നമ്മൾ ആ ഒരു കാര്യം കൂടെ കണ്ടെത്തി. ആഫ്റ്റർ ഓൾ ദിസ് ഈസ് വേ വി സീ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് വേ ടു സ്റ്റാർട്ട് ഫ്രെയിമിങ് യുവർ പിക്ചർ. അതുകൂടെ മനസ്സിലാക്കിയാണ് നമ്മൾ ഈ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. ഫ്രെയിമുകൾ നിരവധി ഫ്രെയിമുകൾ ചേർന്ന് വീഡിയോയിലാണ് ഒരു ഷോട്ട് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഫ്രെയിമിൻ്റെ തന്നെ മാറി മാറിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറി മാറി നിന്ന്, ക്യാമറ അങ്ങനെ പോകില്ല, നമ്മൾ പോകണം. ക്യാമറയ്ക്ക് നമുക്ക് ഏത് വലിപ്പത്തിലാണോ ചിത്രം വേണ്ട അതിനനുസരിച്ചുള്ള ലെൻസ് അതിനകത്തുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ബട്ട് ക്യാൻ ടു മീ സബ്ജക്റ്റ് ലിസ്റ്റ് ദി ബീയിങ് your next step should involve active scanning the rest of the frame to see how other picture elements interact with your main point of interest. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് താജ്മഹലിൽ പോകുന്നു. അവിടുന്ന് നമ്മൾ താജ്മഹലിൻ്റെ ഏത് വ്യൂവിൽ വെച്ചാലും ഭംഗിയാണ്. പക്ഷെ നമ്മൾ നേരെ സാധാരണ താജ്മഹലിൽ ഒരു വലിയൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ സന്ദർശിക്കുമ്പോൾ താജ്മഹലിൻ്റെ ഏറ്റവും സെൻട്രലിൽ വളരെ ദൂരെ താജ്മഹൽ, അതിൻ്റെ മുമ്പിൽ കസേര ഒരു ഇരിക്കാനുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ പുറത്ത് അവർ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഫുൾ ക്യാമറയിൽ ഫുൾ പുറയിലുള്ള താജ്മഹൽ ഫുള്ളി കാണത്തക്ക രീതിയിൽ അവരത് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ അവിടെ സ്ഥിരമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മൾ ചെന്ന് എടുക്കുക എന്നുള്ള. അവർ അത് ചെയ്ത് തരുന്നത് ആ ഒരു നമ്മുടെ വീട്ടിലൊരു മോണുമെൻ്റായിട്ട് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും. നമ്മൾ താജ്മഹൽ
ഇന്ത്യയിൽ ജനിച്ച ഒരാളും താജ്മഹലിൽ പോകണമെന്ന് പറയുന്ന കാര്യം അത്ഭുതകരമായ ഒരു കാഴ്ചയാണത്. അപ്പോൾ അത് ഞാൻ ഉദാഹരണം എടുത്ത് പറയാൻ കാര്യം, അത് അവർ ഫ്രെയിം ചെയ്ത് തരുമ്പോൾ താജ്മഹൽ നല്ല ഫുൾ ബാലൻസ് ബാക്ക് നിൽക്കുന്നത്, നമ്മൾ സെൻറ്ററിൽ ഇരിക്കുന്ന ചിരിച്ചുകൊണ്ടായിരിക്കും. ഇത് സാധാരണ നമ്മൾ എവിടെ പോയാലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം മെയിൻ പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്താ? താജ്മഹലാണ്. നമ്മളും അതിനകത്ത് ഒരുപോലെ വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയം നല്ല ക്ലിയർ ഫോക്കസ് ആക്കിയിട്ട് നോർമൽ ലെൻസ് ഇട്ട് രണ്ടും ഒരേപോലെ കിട്ടത്തക്ക രീതിയിൽ പിന്നെ അതിൻ്റെ ഡയഫ്രവും ഷട്ടർ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ ഫോക്കസ്ഡ് ആയിട്ട് കിട്ടും. മിസ് എൻ ആയ സീനിൽ നിന്നാണ് നമ്മൾ ഒരു സാധനം പോലും പോകാതെ അതിനകത്ത് ലഭിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊണാലിസ, പിന്നെ നമ്മൾ ഓരോ ചിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ ചിത്രകാരന്മാർ വരച്ചിട്ടുള്ളതാണേലും രാജാരവിവർമ്മയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, പോർട്രേറ്റ്സുകൾ അവർ വരച്ചിട്ടുള്ള ഛായാചിത്രങ്ങൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ മെയിൻ പോയിൻ്റ്, ഇൻട്രസ്റ്റിംഗ് പോയിൻ്റ് മനസ്സിലാക്കിയിട്ടാണ്. നമ്മളൊരാളെ ചിരിക്കുന്നു പറഞ്ഞൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, അയാളെ ആപ്റ്റായിട്ടുള്ള അയാളുടെ ഒരു ചിരിയും നമ്മൾ വരുമ്പോൾ നമ്മൾ അറിയാതെ ക്ലിക്കായി അല്ലേ. അപ്പോൾ മെയിൻ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കോമ്പോസിങ് ചെയ്യാനും അത് ക്ലിക്ക് ചെയ്യാനും. Have you ever had to experience of getting your image back for the processing outline of find a few surprise to foreground and background areas? ചിലപ്പോൾ ഫോർഗ്രൗണ്ട് ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇനി ടാജിൻ്റെ തന്നെ നമ്മൾ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ടാജിനെ കൂട്ടിയിട്ട് ഒരു യമുന നദി ബാക്കിൽ കൂടെ വരുന്നുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ കിട്ടുക. നമ്മൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോയി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ നിങ്ങളെല്ലാം സാധാരണ മൈസൂർ പാലസിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും മാക്സിമം വൈഡ് മൈസൂർ പാലസ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പുറകോട്ട് പോയിട്ട് മെയിൻ പോയിൻറ്റ്സിൻ്റെ ബ്യൂട്ടി മൊത്തം കിട്ടത്തക്ക രീതി. ചിലപ്പോൾ അതിനകത്ത് നമ്മുടെ ബന്ധുക്കളെ നമ്മളൊക്കെ തന്നെ സെൽഫി ആയിട്ട് നമ്മളും കൂടെ വരുന്ന രീതിയിലൊക്കെ നമ്മളത് കമ്പോസ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ മെയിൻ പോയിൻ്റ് ഗ്രേറ്റ് യു ആർ ദി ഇമേജ് ബാക്ക്. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനെ മുൻനിർത്തി ചെയ്യുന്നു. ഇനി ഫോർഗ്രൗണ്ടും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു നദിയോരത്ത് നിന്നിട്ട് അതിലൂടെ ദൂരെ നിന്നൊരു ബോട്ട് വരുന്നത് കാണുന്നത്. അപ്പോൾ ആ ബോട്ടിൻ ബ്യൂട്ടിഫുള്ളായിട്ട് രണ്ടുപേര് വള്ളം തുഴഞ്ഞു വരുന്നത്. ഫോർഗ്രൗണ്ടിൽ രണ്ട് തെങ്ങും ഒരു ചിറയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ മുമ്പിലൊരു നടുക്കായിട്ട് തോണിയും ബാക്കിൽ അപ്പുറത്ത് ദൂരെ സ്കൈയും ഒക്കെ ആയിട്ട് നമുക്കത് കമ്പോസ് ചെയ്തെടുക്കാം. ഫോർഗ്രൗണ്ടിനും അതിൻ്റെ പ്രാധാന്യം വരും. ഇപ്പം നദിയോരത്തിൻ്റെ സിമ്പിൾസുകളായിട്ട് ഫോർഗ്രൗണ്ട് നമ്മൾ പലപ്പോഴും ഒരു ഗേറ്റിനുള്ളിൽ ഫ്രെയിം എന്ന് പറയുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഒരു വാതിലിനൂടെ പ്രിയദർശൻ്റെ സിനിമകളിലൊക്കെ ധാരാളമായിട്ട് ആ കമ്പോസിങ് പലപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. നല്ല ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ടാണ് പലരും നല്ല വീഡിയോസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. ഇതിന് ആംഗിൾസുകൾ ഫിക്സ് ചെയ്യാൻ തീരുമാനിക്കും. ബ്യൂട്ടിഫുൾ സർപ്രൈസ്ഡ് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഏരിയാസ് ഓഫർ യു ന്യൂ ഫോട്ടോഗ്രാഫേഴ്സ് സേ ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ് ബീങ് ദാറ്റ് ദിസ് ഈസ് ഷുവർ സൈൻ ദാറ്റ് ഹാവ് സ്കാൻഡ് ദി ഓൾഡ് ഫ്രെയിംസ് ഫോർ മിഡ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ബിഫോർ റിയലൈസിങ് ദി ഷട്ടർ. ഞാൻ നേരത്തെ പറഞ്ഞാലോ മിഡും ബാക്കും ഫോർഗ്രൗണ്ടും എല്ലാം നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെ അതിൻ്റെ ഷട്ടറും അതിൻ്റെ ഡയഫ്രോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതിനുപയോഗിക്കുന്ന ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ വളരെ ഇപ്പം നമ്മൾ സാധാരണ വിസ്താരമായ കാര്യങ്ങൾ കൂടുതൽ ഏരിയ വരുമ്പോൾ നമ്മൾ ഷട്ടർ ഇറുകെ പിടിക്കുകയും ചെറുതാകുകയും ഷട്ടർ വലുതാകുന്നതിനനുസരിച്ച് ഫോക്കസ് ഏരിയാസ് കുറേ വരികയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ടും മിഡ് ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും അല്ലേ, പഴയ പല ചിത്രങ്ങളും നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു ഫോർഗ്രൗണ്ട് ഇട്ടിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കും. നമ്മൾ വേറെ ജീവികളാണെങ്കിലും ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഈ പ്രധാന സബ്ജക്റ്റ് മിഡ് ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടൊക്കെ എടുക്കാറുണ്ട്. The lesson is that the camera sees. I know that it's different, but with a little practice it is possible to focus on the main point of interesting in the frame and then quickly scan and open the areas of the image to check of distinction. പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്തെടുക്കുക, മനസ്സിൽ തന്നെ നമ്മൾ ആ ഫ്രെയിം തന്നെ ഫിക്സ് ചെയ്തെടുക്കുക. ആ ഫിക്സിങ്ങിലൂടെയാണ് നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത്
നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ഏതോ പ്രധാന വസ്തുവിനെ ഷാർപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും എല്ലാം ഓരോ ഷാർപ്പ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ആ ഒരു സ്പീഡ് സ്കാനിങ് മെയിൻലി തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് പെട്ടെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ബാലൻസ് ഈസ് ആർട്ട് ഓഫ് കോമ്പോസിഷൻ. നമ്മളെപ്പോഴും ആർട്ട് ഓഫ് കോമ്പോസിഷൻ, ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യണതിൻ്റെ കോമ്പോസിഷൻ്റെ ആർട്ട്, അതിനകത്തൊരു കലയുണ്ട്. ആ കല എന്താണെന്ന് മനസ്സിലാക്കി ടെക്സ്റ്റ് അബൌട്ട് ഓൺ ദി സബ്ജക്റ്റ് ഓഫ് ദി കോമ്പോസിഷൻ ആൻഡ് ബാലൻസ് മോസ്റ്റ് introductors designs course containing or the latest enmandling to call the fundamentals of art and designs. നിങ്ങൾ ക്രിയേറ്റിവിറ്റി പഠിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റിവിറ്റി പഠിക്കുമ്പോൾ തന്നെ കോമ്പോസിഷൻസിനെ കുറിച്ചും ആ ഫണ്ടമെൻ്റൽസ് ഓഫ് ഡിസൈനിങ് സെൻസിനെ കുറിച്ചും ബാലൻസ്, റിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ സെൻസുകളെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതിൻ്റെ കാര്യം. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പഠനം പോകുന്നത്. അത് നിങ്ങൾ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കത് കമ്പോസിഷൻസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയാണ് എന്നുള്ളതാണ്. നമ്മൾ വിഷ്വൽ വെയിറ്റേജ് അറിഞ്ഞ് ചെയ്യാൻ പറ്റും. വിഷ്വൽ വെയിറ്റേജ് എന്താണ്? വിഷ്വൽ വെയിറ്റേജ് കോമ്പോസിഷൻ ഓൾ അബൌട്ട് ദി മേക്കിംഗ് ദി എലമെൻറ്റ്സ് വിത്ത് യുവർ ഫ്രെയിംസ്, seeing the balancing and at easy with themselves. They achieve this look at the visual weightage of each elements in turn. Color, texture, brightness all determine how much attention the grabbing effect or weight an object has. A red flower again and deep green lawn, for instance, will attract a lot of attention. It has visual weightage due to the contrast of colors. നമ്മൾ കളറുകളെ കുറിച്ച് പഠിച്ചാണ്. എന്താണ് കളർ ഹാർമണി? ഓരോ കളർ ചേർന്ന് വരുന്ന ആ കളറുണ്ടാക്കുന്ന ഹാർമണി എന്താണ്? അല്ലെങ്കിൽ ആ കളറിൻ്റെ കോൺട്രാസ്റ്റ് എന്താണ്? പച്ചയാണ് നമ്മുടെ ചുവപ്പിൻ്റെ കോൺട്രാസ്റ്റ്. നമ്മൾ ഉദാഹരണം ഒരു ഫ്രെയിമിൽ നമ്മളൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ചുറ്റും ആ പച്ച കളറിൻ്റെ നടുക്ക് വരുന്ന ചുവപ്പായതുകൊണ്ട് അത് വളരെയധികം അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. പ്രകൃതി തന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുക കളറുകൊണ്ട്. എന്താ വെച്ചാൽ അത് അതിൻ്റെ പരാഗണമൊക്കെ നടക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളെങ്കിലും ആ അട്രാക്ഷൻ തന്നെയാണ് നമ്മുടെ ആ വെയിറ്റേജ് കൊടുക്കുന്നത്. സെൻട്രൽ വെയിറ്റേജ് പിക്ചർ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഒരു ഫ്രെയിമിൻ്റെ സെൻട്രൽ വെയിറ്റേജ്, നമ്മൾ പോർട്രേറ്റ് എടുക്കുമ്പോൾ സെൻട്രൽ വെയിറ്റേജ് ആണ്. അതിൽ ഈ കണ്ണിൽ വീഴുന്ന ലൈറ്റ്, നല്ല ഫോട്ടോ കണ്ണിലേക്ക് പ്രത്യേകം ലൈറ്റ് കൊടുത്തിട്ട് കണ്ണിൻ്റെ രണ്ട് കൃഷ്ണമണിക്കുള്ളിൽ വരുന്ന രണ്ട് വൈറ്റ് സ്പോട്ടുകളെ നമ്മൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജീവൻ തുടുക്കുന്ന ഒരു എഫക്റ്റൊക്കെ ഉണ്ട്. നമ്മൾ പോർട്രേറ്റിൻ്റെ വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ അതേ തന്നെ ഇന്ന് പോർട്രേറ്റ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വെയിറ്റ്, സെൻട്രൽ വെയിറ്റേജസ്, അതുപോലെ കോൺട്രാസ്റ്റ് കളറുകൾ, റിതമിക് കളറുകൾ അല്ലെങ്കിൽ ഹാർമണി എന്നൊക്കെ പറയുന്ന കളേഴ്സുകൾ മനസ്സിലാക്കി നമ്മൾ ചിത്രങ്ങൾക്ക് ബാലൻസ് ആക്ട്. A product of balanced composition, the photographer has been adjusted the position of objects with the frame according to their visual weight. If you place a bright weight elements on the edge of the frame, our eye will be attracted to it, then get drawn out the frame. വളരെ അട്രാക്റ്റീവായുള്ള കളറുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഇപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് വെച്ചോളൂ. അതിനകത്ത് മിന്നി തിളങ്ങി നിൽക്കുന്ന നല്ല സുന്ദരനായ ഒരാളെ തന്നെ ആയിരിക്കും നമ്മൾ അതിൻ്റെ വെയിറ്റേജ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഇപ്പം അപ്പൻ്റെ അമ്മമ്മയുടെ കൂടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നവരൊക്കെ പണ്ടുണ്ടായിരുന്നു. വീട്ടിലെ മൊത്തം ആൾക്കാരും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ നേരത്തെ മക്കളെ കൂടെ വെച്ചിട്ട് ഓണത്തിനൊക്കെ പുറത്തുനിന്ന് ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തറവാടുകളിലെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ വർഷത്തും ഓണത്തിന് കുടുംബാംഗങ്ങളെല്ലാം വരും. നല്ല വലിയ കല്യാണം പോലുള്ള വിശേഷ ദിവസങ്ങൾ കടക്കും. പണ്ട് മരണ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഡെഡ് ബോഡി ഇങ്ങനെ വട്ടം കിടത്തിയിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഇരിപ്പുണ്ട്. പണ്ടുള്ള 2 തലമുറയുടെ മുമ്പുള്ള കഴിഞ്ഞ മുമ്പ് തലമുറയിലുള്ള ഒരു വല്യപ്പൻ മരിച്ചു കിടക്കുന്നത്. അന്നത്തെ ആൾക്കാർ നിക്കറൊക്കെ ഇട്ട്, കുഞ്ഞു പിള്ളേരൊക്കെ നിക്കറും പോലും ഇല്ലാതെ ഇരുന്നിട്ട് അതിൻ്റെ ഈ ഡെഡ് ബോഡിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുത്തി നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എടുക്കുന്ന ഫോട്ടോ പോലെയൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് കോസ്റ്റ്യൂംസൊക്കെ പോകുമ്പോൾ പഴയകാല കോസ്റ്റ്യൂംസൊക്കെ നമുക്ക് ഇപ്പോഴും വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴും ക്രിസ്ത്യൻസൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേനും അവരുടെ വീട്ടിൽ അന്ത്യചുംബനത്തിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് വെക്കാറുണ്ടെന്നൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോഴും ആ ഒരു കൾച്ചർ
പിന്നെ റോയൽ ഫാമിലീസൊക്കെ വീഡിയോസിനേക്കാളും നല്ല സ്റ്റിൽസുകളാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ സ്റ്റിൽസ് എടുത്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ക്വാളിറ്റി 100 വർഷമൊക്കെ പഴകുന്ന രീതിയിലുള്ള പ്രിൻ്റ് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഫോട്ടോസാക്കി പ്രിൻ്റ് എടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുന്നു. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത പ്രത്യേക പേപ്പറുകളിലൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ. പക്ഷേ പണ്ട് ആദ്യമായിട്ട് കളർ ഫോട്ടോസൊക്കെ വരുമ്പോഴത്തേനും ആ കളറുകൾ ഇളകി പോയിട്ട് പഴയ ഫോട്ടോസെല്ലാം ഇളകി പോയിരുന്നു. പക്ഷേ അതിന് മുമ്പ് എടുത്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോസിൻ്റെ ക്വാളിറ്റീസ് പലപ്പോഴും കിട്ടിയിരുന്നില്ല. ഇന്ന് വീണ്ടും നല്ല ക്വാളിറ്റിയിൽ 100 വർഷം പഴക്കം വരെ ഇരിക്കാവുന്ന രീതിയിലുള്ള ധാരാളം കാനോണിൻ്റെയൊക്കെ പേപ്പറിൽ പ്രിൻറ്റിങ് ഇപ്പോൾ വരുന്നുണ്ട്. അത് നമ്മളെ പ്രതീക്ഷകൾ നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെയിറ്റേജ് കളറിൻ്റെ ആയാലും കോൺട്രാസ്റ്റ് ആയാലും എന്തായാലും ബാലൻസ് ചെയ്ത് വേണം നമ്മളത് ചെയ്യാൻ. If you place the bright white elements on the edge of this frame, you will be attracted to it. They get drawn to the frame. Generally, result it unbalanced picture. ഇപ്പം നല്ല കളറുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഒരാൾ നിൽപ്പുണ്ടെങ്കിൽ പോയി സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു നല്ല സുമുഖനായ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ആളുകളുടെ പൊക്കവും കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾ ഒരു ഗ്രൂപ്പിനെയൊക്കെ വെച്ച് നിർത്തുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ച് പിടിച്ച് നിർത്തിയൊക്കെ എടുത്തില്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ എസ്തറ്റിക്കൽ അൺബാലൻസ്ഡ് ആയിപ്പോകും. ഇൻ ഫോട്ടോഗ്രാഫി ചേഞ്ച് പൊസിഷൻ ടു ദി ബ്രൈറ്റ് വൈറ്റ് എലമെൻറ്റ്സ്. നൗ ഇറ്റ് ഇസ് സെർട്ടർ ഇഫ് ദി ഫ്രെയിം ഓർ യു ഹാവ് ടു ഹെൽഡ് ഓൺ ദി ഇമേജ് ആൻഡ് ഓൾ പിക്ചേഴ്സ് വിൽ ബി ഫീൽ മോർ ബാലൻസ്ഡ്. ഇപ്പോൾ ഒരാൾ വെള്ള ഷർട്ടും മറ്റേ മാന്യമായിട്ടൊക്കെ അവരെ സെൻറ്ററിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളവരെയൊക്കെ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് നല്ല ബാലൻസ് പിക്ചറിന് കിട്ടും. കളർ ബാലൻസ് എന്ന് പറയും. കളറിൻ്റെ ഒരു സെൻസ് ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. ടൈപ്പ് ഓഫ് ബാലൻസ് എന്ന് വെച്ചാൽ ദേ സിംപ്ലി ബാലൻസ് ഇസ് സിമെട്രിക്കൽ. ദിസ് ഇസ് വെയിറ്റ് ദി പോയിന്റ് ദി ഇൻ്റർവെൽ. സിമെട്രിക്കലായിട്ടുള്ള അതിൽ സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു സെൻറ്റർ ബാലൻസ്ഡാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ബാലൻസ്. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കമ്പോസിങ് ശ്രദ്ധേയമായ രീതി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സിമെട്രിക് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോഴും ആ ബാലൻസ് നമ്മൾ നിലനിർത്തണം. അപ്പോൾ സിമെട്രിക്കൽ ആൻഡ് വെർട്ടിക്കൽ വരുമ്പോഴും ആ ബാലൻസ് അത് ഏറ്റവും കൂടുതൽ ആ റോൾ ഓഫ് തേർഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള മെത്തേഡ്സുകളെല്ലാം ഇന്ന് കിട്ടും. എ ഗുഡ് ഗൈഡ് വിത്ത് പൊസിഷൻ ഒബ്ജക്റ്റ് ഓഫ് certain in rule of thirds. The frame is divided to vertical and horizontal into thirds. To balance this, the picture elements are placed on these lines on their junction points. Junction points ഒക്കെ വെച്ചിട്ട് ഈ റൂൾ ഓഫ് തേർഡ് അതായത് 3 ലൈൻസ് വെച്ചിട്ടുള്ള ആ 2 ലൈൻസ് ഇങ്ങനെ 2 ലൈൻസ് ഓട്ടം വെച്ചിട്ടുള്ള ഇതിനകത്ത് ഇപ്പോൾ കാണാം. ഈ ഒരു കമ്പോസിഷൻ മെത്തേഡ്സിൽ അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കുന്നത് ഉചിതമായിരിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റൂൾ ഓർ മെൻറ്റ് ടു ബി ബ്രോക്കൺ. അതാണ് ഈ റൂൾ മനസ്സിലാക്കിയിട്ട് ആ റൂളിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഞാനൊരു ബ്രേക്ക് ചെയ്ത് നോക്കിയതാണ്. ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതൊരു ബ്രേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ രീതിയിൽ ബ്രേക്ക് ചെയ്ത് കമ്പോസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോമ്പോസിഷനാണ്. മെൻ്റലി പെട്ടെന്ന് സ്കാൻ ചെയ്ത ഒരു കാര്യത്തെ കളറും കാര്യങ്ങളും ബാലൻസും കോൺട്രാസ്റ്റൊക്കെ മനസ്സിലാക്കി ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് ഫ്രെയിമിങ്. ഫ്രെയിമിങ്ങിൻ്റെ കമ്പോസിങ്ങിനാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്.